എക്സ്പ്ലോർ കണക്റ്റിലേക്ക് സ്വാഗതം. കാസർഗോഡ് ജില്ലയിലെ ജനങ്ങളുടെ ആകമാനമുള്ള ദാഹമകറ്റാൻ പര്യാപ്തമായ കുടിവെള്ളം സംഭരിച്ചിട്ടുള്ള ശുദ്ധജല തടാകമാണ് ഈ കാണുന്നത്. മാവില കടപ്പുറം അഴിമുഖം വഴി കടന്നു വരുന്ന കടൽ ജലം ഉപ്പുസാന്ദ്രമാക്കിയ തേജസ്വിനി പുഴയുടെ ഭാഗമാണ് ഈ പുഴ. എന്നാൽ നീലീശ്വരം മുനിസിപ്പാലിറ്റിയിലെ പാലായെയും കയ്യൂർ ചീമേനി പഞ്ചായത്തിലെ കൊക്കൂറിനെയും ബന്ധിപ്പിക്കുന്ന ഈ ഷട്ടർ കം ബ്രിഡ്ജ് വന്നതോടുകൂടി ഇതിൻ്റെ ഒരു ഭാഗം, ഇവിടെ നിന്ന് മുക്കട വരെയുള്ള ഭാഗം ശുദ്ധജല തടാകമായി രൂപാന്തരപ്പെടുകയായിരുന്നു. അതിങ്ങനെ ശുദ്ധജല തടാകമായി രൂപാന്തരപ്പെടുത്താൻ ആവശ്യമായ ഷട്ടർ കം ബ്രിഡ്ജാണ് ഇപ്പോൾ ഇവിടെ പാലായിൽ പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഈ കാണുന്നതാണ് മുക്കട ശുദ്ധജല പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കിണർ സ്ഥാപിക്കപ്പെടേണ്ടുന്ന പ്രദേശം. ചീമേനി പഞ്ചായത്തിലെ കുണ്ട്യം എന്ന് പറയുന്ന പ്രദേശമാണിത്. ഈ പ്രദേശത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ചെറുപുഴയിൽ നിന്നും വരുന്ന പുളിങ്ങോം പുഴയും ചൈത്രാവതി പുഴയും തേജസ്വിനി പുഴയുമായി സംഗമിച്ചതിന് ശേഷം ഇവിടെ നിന്നും പടിഞ്ഞാറോട്ടേക്ക് ഒഴുകി പാലായ് ഷട്ടർ കം ബ്രിഡ്ജ് വരെ എത്തിച്ചേരുന്ന ഒരു ശുദ്ധജല തടാകമാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സ്ഥലത്താണ് മുക്കട ശുദ്ധജല പദ്ധതിയുമായി ബന്ധപ്പെട്ട കിണർ സ്ഥാപിക്കപ്പെടുന്നത്. എന്നാൽ ആ കിണറുമായി ബന്ധപ്പെട്ട് ഇതുവരെയും യാതൊരു പ്രവൃത്തിയും ഇവിടെ നടന്നിട്ടില്ല. 450 കോടി രൂപ പദ്ധതിയിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ജൽജീവൻ മിഷൻ പദ്ധതിയിലാണ് മുക്കട ശുദ്ധജല പദ്ധതി വിഭാവനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി നാട്ടിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ റോഡുകളിൽ പൈപ്പ് സ്ഥാപിക്കപ്പെടുന്നുണ്ട്. എന്നാൽ പദ്ധതി ആരംഭിക്കപ്പെടേണ്ടുന്ന പ്രദേശമായിട്ടുള്ള ഈ മുക്കടയിലെ കിണർ സ്ഥാപിക്കപ്പെടേണ്ടുന്ന പ്രദേശത്ത് ഇതുവരെയും യാതൊരു പ്രവൃത്തിയും നടന്നതായി കാണുന്നില്ല. 450 കോടി രൂപ ചെലവിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ജൽജീവൻ മിഷൻ പദ്ധതിയിലൂടെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന മുക്കട ശുദ്ധജല പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്ലാന്റ് സ്ഥാപിക്കപ്പെടേണ്ടുന്ന ഈ സ്ഥലത്ത് ഇതുവരെയും യാതൊരു പ്രവൃത്തിയും നടന്നിട്ടില്ല. ഇതുപോലെ തന്നെ മുക്കട തീരത്ത് സ്ഥാപിക്കപ്പെടേണ്ടുന്ന കിണറിൻ്റെ ഒരു വർക്കും ഇതുവരെയും നടന്നിട്ടില്ല. ഇതിൻ്റെ ഭാഗമായി ആകെ കൂടി നടക്കുന്നത് റോഡിൽ പൈപ്പ് കുഴിച്ചിടുന്ന പ്രവൃത്തി മാത്രമാണ് നടന്ന് മുന്നോട്ട് പോകുന്നത്. എന്നാൽ റോഡിൽ ഒട്ടനവധി പൈപ്പുകൾ പല പദ്ധതികൾക്ക് വേണ്ടി ഇതിനകം തന്നെ കുഴിച്ചിട്ടിട്ടുണ്ട്. അതിൽ കൂടി ഒന്നും ജനങ്ങൾക്ക് വെള്ളം ലഭിച്ചിട്ടില്ല. ഇപ്പോൾ കാസർഗോഡ് ജില്ലയുടെ മുഴുവൻ ശുദ്ധജലക്ഷാമം പരിഹരിക്കുന്ന ദാഹമകറ്റാൻ കഴിയുന്ന മുക്കട ശുദ്ധജല പദ്ധതിയും റോഡിൽ പൈപ്പ് കുഴിച്ചിട്ട് അതോടുകൂടി ആ പദ്ധതി അവസാനിക്കുമോ എന്ന ഭയപ്പാടിലാണ് ജനങ്ങൾ ഇപ്പോൾ ഉള്ളത്. മുക്കട ശുദ്ധജല പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്ലാന്റ് സ്ഥാപിക്കുന്ന ഈ പള്ളിപ്പാറയിലോ അതുപോലെ തന്നെ കുണ്ട്യത്തോ ഒരു പ്രവൃത്തിയും നടക്കുന്നില്ല എന്നുള്ള സത്യാവസ്ഥ ജനങ്ങൾ മനസ്സിലാക്കുന്നതോടുകൂടി ഈ ആശങ്കയാണ് ജനങ്ങൾക്കുള്ളിൽ ഇപ്പോൾ പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരിൽ അടിയന്തരമായും പ്രതികരിക്കുന്ന രൂപത്തിൽ പൊതുസമൂഹം മുന്നോട്ട് വരേണ്ടതുണ്ട് എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.